സ്വർഗത്തിന്റെ ടിക്കറ്റാണ് മുറിച്ചു തരാൻ അധികാരമുള്ള ഒരേ ഒരാൾ ഉമ്മയാണ്. ഉമ്മാന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പം ബാപ്പ ഉണ്ടാവും ഗേറ്റിങ് കാത്തിക്കണം. അൽ അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ്, സ്വർഗത്തിന്റെ പ്രധാന കവാടം വാപ്പയാണ്. ഉമ്മ വാപ്പ, ഉമ്മ വാപ്പ. അതാണ് പഴയ കാലത്ത് നമ്മളൊക്കെ പഠിക്കണ കാലത്ത് അറബി മലയാളത്തിലാണ് പാഠപുസ്തകം അല്ലേ? ആ പാഠപുസ്തകം എങ്ങനെയുണ്ടായിരുന്നു? പാഠം 1 അല്ലാഹു സുബ്ഹാനഹു വ തആല, പാഠം 2 മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പാഠം 3 ഉമ്മുൻ മാതാവ്, പാഠം 4 അബുൻ പിതാവ്, പാഠം 5 ഉസ്താദുൻ ഗുരുനാഥൻ, പാഠം 6 അഖാരിബുൻ കുടുംബക്കാർ, പാഠം 7 ജീറാനുൻ അയൽവാസികൾ. ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് പാഠമുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത്, പക്ഷെ അതിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറിയിരിക്കണമെന്ന് മാത്രം. ഇപ്പോഴും പാഠങ്ങളൊക്കെ അതന്നെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ പരിശുദ്ധമായ റജബും ഷഅബാനും റമളാനും, ഓ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരും ഒക്കെ ചേർന്ന ഒരു കുടുംബം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചു, പരിവർത്തിച്ചു, പഠിച്ചു, മാറ്റം വരുത്തി, പഠിച്ചു, നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു. പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് പരിവർത്തനം വേണം.